എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഭാഷയിലാണ് അവർ സംസാരിച്ചത്. സമാധാനം കാംക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനെന്ന് ആംഗ്യഭാഷയിലൂടെ ഞാൻ അവരെ ധരിപ്പിച്ചു. തുടരെ തുടരെ വിരൽ വായിലേക്ക് കൊണ്ടുപോയി എനിക്ക് വിശക്കുന്നുവെന്ന സൂചനയും നൽകി. അവർക്കത് മനസ്സിലായി. എൻ്റെ വശത്ത് പല കോണികൾ വെച്ച് അതിലൂടെ കയറിയാണ് അവരെനിക്ക് ആഹാരം തന്നത്. ആദ്യം കൊണ്ടുവന്ന മാംസം വാനമ്പാടി പക്ഷിയുടെ ചിറകിനേക്കാൾ ചെറുതായിരുന്നു. 2-3 വെച്ച് ഒരേ സമയം ഞാൻ വായ്ക്കകത്താക്കി. 2-3 അപ്പം ഒരുമിച്ച് വായിലിട്ട് തിന്നു. ഒടുവിൽ ആ അളവൊന്നും എനിക്ക് പോരാ എന്ന് തോന്നിയ അവർ 80 കൂട മാംസവും 10 വേപ്പ വീഞ്ഞും കൊണ്ടുവന്ന് തന്നു. അത് മുഴുവൻ അകത്താക്കിയതോടെ എനിക്ക് അല്പം സമാധാനമായി. ഉടൻ തന്നെ വീണ്ടും ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. വീഞ്ഞിൽ ഉറക്കത്തിനുള്ള ഏതോ മരുന്ന് കലർത്തിയിട്ടുണ്ടാവാം എന്നെനിക്ക് തോന്നി. ഉറക്കമുണർന്നപ്പോൾ ചലിക്കുന്ന ഒരു വേദിയിലായിരുന്നു ഞാൻ. അവരെന്നെ ആ നഗരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പുരാതനമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് അവരെന്നെ കൊണ്ടുപോയത്. അതായിരുന്നു ആ രാജ്യത്തെ ഏറ്റവും വലിയ വീട്. എന്നെ കൊണ്ടുപോകാൻ 500 എഞ്ചിനീയർമാരും 900 തൊഴിലാളികളും 1500 കുതിരകളും 500 ഗാർഡുകളും വേണ്ടി വന്നു. രാജാവിൻ്റെ സന്ദേശവാഹകൻ ഞാൻ അവരുടെ തടവുകാരനായിരിക്കുമെന്നും എങ്കിലും എന്നോട് അവർ നന്നായി പെരുമാറുമെന്നും പറഞ്ഞു.